അതിർത്തി കടന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ 2 ബംഗ്ലാദേശികൾ. അവർ നമ്മുടെ നാട്ടിൽ കെട്ടിപ്പടുത്തത് കോടികളുടെ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം. സ്വന്തം രാജ്യത്ത് നികുതി അടച്ച് ജീവിക്കുന്ന സാധാരണ പൗരന്മാരെ നോക്കുകുത്തികളാക്കി വിദേശികൾ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തു വരുന്നത്. നമ്മുടെ രാജ്യസുരക്ഷ എത്രത്തോളം ദുർബലമായിരുന്നു പശ്ചിമ ബംഗാളിൽ എന്നാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത്. ബംഗ്ലാദേശിലെ സത്കിര ജില്ലയിൽ നിന്ന് ഏജന്റുമാർ വഴി ഇന്ത്യയിൽ കടന്ന റംസാൻ, സാദിന എന്നീ ദമ്പതികളെയാണ് ഹൗറ സിറ്റി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 14 വർഷങ്ങൾക്ക് മുൻപ് വഴിയോരത്ത് തേങ്ങയും ഈന്തപ്പഴവും വിറ്റ് നടന്ന ഇവർ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിക്കും ആഡംബരപൂർണമായ 2 നില ബംഗ്ലാവിനും ഉടമകളാണ്. പഴയ വീടുകൾ പൊളിച്ചുമാറ്റി ഭൂമി കച്ചവടം ചെയ്യുന്ന ബിസിനസ്സിലേക്ക് കടന്ന റംസാൻ സ്വന്തമായി ട്രക്കുകൾ വാങ്ങുകയും വൻകിട റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇവരുടെ ബാങ്ക് ബാലൻസും സ്വത്ത് വിവരങ്ങളും കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. രേഖകളില്ലാത്ത 2 വിദേശികൾക്ക് ഇന്ത്യയിൽ ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഭരണകൂടത്തിന്റെ ഒത്താശയില്ലാതെ സാധിക്കുമോ? കേവലം തേങ്ങ കച്ചവടത്തിൽ നിന്ന് കോടികളുടെ ബിസിനസ്സിലേക്ക് ഇവർ വളർന്നതിന് പിന്നിൽ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജ ആധാർ കാർഡും വോട്ടർ ഐഡിയും നൽകി സംരക്ഷിക്കുന്ന പ്രാദേശിക TMC രാഷ്ട്രീയക്കാരാണ് ഈ വലിയ രാജ്യദ്രോഹത്തിന് കുടപിടിക്കുന്നത്. ഇതൊരു സാധാരണ സാമ്പത്തിക തട്ടിപ്പല്ല, മറിച്ച് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികൾ നേരിടുന്ന ഏറ്റവും വലിയ ആസൂത്രിത അധിനിവേശമാണ്. അനധികൃതമായി എത്തുന്നവരെ ഉപയോഗിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കുക മാത്രമല്ല, ഭൂമി കയ്യേറ്റങ്ങൾക്കും റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും ബിനാമികളായി ഇവരെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ക്രിമിനൽ നെറ്റ്വർക്കാണ് ബംഗാളിൽ പ്രവർത്തിക്കുന്നത്. ED, NIA പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഈ കേസ് ഏറ്റെടുത്താൽ മാത്രമേ രാജ്യവിരുദ്ധമായിട്ടുള്ള ഈ സാമ്പത്തിക ശൃംഖലയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. രാജ്യത്ത് ദേശീയ പൗരത്വ രജിസ്റ്റർ ആയിട്ടുള്ള NRC പോലെയുള്ള കർശന പരിശോധനകൾ എത്രത്തോളം അനിവാര്യമാണെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഹൗറയിലെ ഈ കേസ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാജ്യസുരക്ഷയും സമ്പദ് വ്യവസ്ഥയും വിദേശികൾക്ക് അടിയറവ് വയ്ക്കുന്നവർക്കുള്ള വലിയൊരു താക്കീത് കൂടിയാകണം റംസാന്റെയും സാദിനയുടെയും അറസ്റ്റ്. അതിർത്തി സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇത്തരം ഡെമോഗ്രാഫിക് കൊള്ളകൾ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു കാരണവശാലും ഇന്ത്യക്ക് കഴിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളം.